എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ 29ാമത്തെ അധ്യായമായ ഈ ദ വിഷൻ ഓഫ് ബ്ലൂ പേഴ്സൺ എന്നുള്ള ചാപ്റ്ററാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയെ കാണാൻ പോകുന്നു. ഓക്കെ, അപ്പം മുക്താനന്ദ ധ്യാനത്തിലിരിക്കുന്നു. പതിവ് പോലെ എപ്പോഴും പോലെ ഈ റെഡ് ഓറ, പിന്നെ വൈറ്റ് ഫ്ലെയിം, പിന്നെ ബ്ലാക്ക് ലൈറ്റ്, ബ്ലൂ പേൾ, ഇത്രയും ഇതേ ഓർഡറിലാണ് എന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇന്നലെ കണ്ടത് ഈ ബ്ലൂ പേളിൽ നിന്ന് ഈ മുട്ടയുടെ ഷേപ്പിൽ കുറച്ച് വലുതായിട്ട് ആ ബ്ലൂ പേൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അത് ഈ മുട്ടയുടെ ഷേപ്പിൽ, പേളെന്ന് വെച്ചാൽ മുത്തല്ലയോ, അത് ഏകദേശം റൗണ്ടായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മുട്ടയുടെ ഷേപ്പിൽ ഇങ്ങനെ വിരിഞ്ഞു വന്നു. പിന്നെ വിരിഞ്ഞ് വന്ന് വലുതായി 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വിരിഞ്ഞ് നിന്നത്. അതിൻ്റെ കളറാണ് നീല. അപ്പോൾ ഇത്രയും നല്ല നീല നിറത്തിലുള്ള ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് അത് ആ ബ്ലൂ പേൾ വളർന്ന് വലുതായത്. അപ്പോൾ ആ ബ്ലൂ പേഴ്സണാണ്, ആ നീല മനുഷ്യനാണ് ചോദിക്കുന്നത് ആദ്യം, എന്താ സേ സംതിങ്, എന്തെങ്കിലും പറ എന്ന് മുക്താനന്ദ എടുത്ത് ചോദിക്കുന്നു. മുക്താനന്ദയ്ക്ക് ഒന്നും പറയാൻ വയ്യ. ഇതാര് ഇത്രയും സൗന്ദര്യമുള്ള ഒരു രൂപത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മൂക്കും കണ്ണും വായും ഒക്കെ ചെതുക്കിയ പോലെ ഇരിക്കുന്നു. നല്ല നീളത്തിലുള്ള കൈ വിരലുകൾ നീളം, നഖം നീളം, കണ്ണും മൂക്കും കാലും തുടയും എല്ലാം അങ്ങനെ അളന്ന് വെച്ച പോലെ ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും ഭംഗിയുള്ള ഒരു രൂപത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് അതിലങ്ങ് ലയിച്ചിരിക്കുവായി. അപ്പം ആ നീല കളറിലുള്ള മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. മുക്താനന്ദ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ ഇന്നലെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ആ മനുഷ്യൻ എന്തു പറഞ്ഞു? മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഒരു വ്യക്തി എന്തു പറഞ്ഞു? എനിക്ക് എൻ്റെ ദേഹം മുഴുക്ക കണ്ണുണ്ട്. എനിക്ക് കണ്ണുണ്ടെങ്കിലും കാണാം, കണ്ണില്ലെങ്കിലും കാണാം. ഞാൻ ഇവിടെ ഇരുന്നാലും കാണാം. ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉള്ളതും എനിക്ക് കാണാൻ പറ്റും. എൻ്റെ നാക്ക് കൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്, നാക്കില്ലെങ്കിലും ഞാൻ സംസാരിക്കും. കാതുകൊണ്ട് കേൾക്കും, കാതില്ലെങ്കിലും ഞാൻ കേൾക്കും. എൻ്റെ ദേഹം മുഴുക്ക നാക്കുകളാണ്, എൻ്റെ ദേഹം മുഴുക്ക കണ്ണുകളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഭ്രമിച്ചു പോയി നിൽക്കുവാണ്. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വേറെ ആരുമല്ല, ആ നീലപുരുഷൻ, ആ നീലപുരുഷ് എന്ന് പറയുന്നത് ആ ശിവൻ തന്നെയാണ്. ആ തിരുനീലകണ്ഠനാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് നല്ല ഒരു ബോധ്യം ഉണ്ടായത്. ഞാൻ ഇത്രയും നാൾ ചെയ്ത ധ്യാനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ മഹാപുരുഷനെ കാണാൻ പറ്റി. ഞാൻ എൻ്റെ മുമ്പിൽ സാക്ഷാത് ശിവൻ, പരമശിവൻ നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് നല്ല ഒരു ബോധം ഉണ്ടായി. ഇപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് നമ്മൾ കാണാം. അപ്പം ഈ നീലപുരുഷ് എന്ന് പറയുന്നത് ആണ് ഈ ലോകത്തിനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ശക്തി. ഓക്കെ, അപ്പം ഈ ഗോഡ് റിയലൈസേഷൻ, അതായത് ദൈവത്തിനെ അറിയണം, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ, നമ്മൾ അറിയണം, ഇത് രണ്ടും ഒന്നാണ്. നമ്മളെ നാം മനസ്സിലാക്കിയാൽ നാം ദൈവത്തിനെ മനസ്സിലാക്കിയതിന് തുല്യം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറെ, ദൈവം വേറെ അല്ല.
അതായത് നമ്മൾ സാധാരണ ഗതിയിൽ സാധാരണ സ്ഥിതിയിലിരിക്കുമ്പം നമ്മൾ മനുഷ്യരാണ്. അപ്പം നമുക്ക് ഒരു മനുഷ്യന് ഉള്ള സുഖം, ദുഃഖം, സന്തോഷം, വിശപ്പ്, കഴിക്കാനുള്ളത്, കുടിക്കാൻ വെള്ളദാഹം, സന്തോഷം, വെറുപ്പ്, ദേഷ്യം, കുശുമ്പ്, ഇതെല്ലാം ഉള്ള മനുഷ്യനാണ് നമ്മൾ. അങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ സ്വഭാവവും ഉള്ളത്. അപ്പം നമ്മൾ ദൈവത്തിനെ അറിയണം, ദൈവത്തിനെ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ജീവാത്മാവിനെ അറിയണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. നമ്മൾ ദൈവത്തിനെ കാണാൻ ദൈവം എന്ന് പറഞ്ഞ് വേറെ നമ്മൾ അമ്പലത്തിൽ പോന്നു, ഒരുപാട് പുണ്യ സ്ഥലങ്ങളിൽ പോന്നു, അവിടെയൊക്കെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ പവറുള്ള സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ നമ്മൾ പോയി തൊഴുന്നു, അതൊക്കെ ശരിയാണ്. എന്നാലും ശരിക്കും ദൈവം എവിടെ ഉണ്ട്? നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. അതുമാത്രമല്ല, ഈ ദൈവം എന്ന് പറയുന്നത് എന്തുവാ? അതായത് എന്ന് മനുഷ്യൻ ഈ വേണ്ടാത്ത സ്വഭാവങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ ഇപ്പോഴത്തെ രൂപീകരിച്ചിട്ടുള്ള ആ ദൈവീക ഗുണങ്ങളിലോട്ട് ഉയരുന്നോ അന്ന് മനുഷ്യൻ ദൈവമാകുന്നു. അത്രയേ ഉള്ളൂ. അതാണ് ഗോഡ് റിയലൈസേഷൻ. അപ്പം ദൈവം എന്ന് വെച്ചാൽ എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് അത്. ഒന്നേ ഞാൻ ആരെന്ന് മനസ്സിലാക്കണം. അത് സെൽഫ് റിയലൈസേഷൻ. ഈ ഞാൻ ആര് എന്ന് പറയുന്നത് എന്തുവാ? രമണ മഹർഷി എപ്പോഴും പറഞ്ഞത് ഹു ആം ഐ. നീ വേറെ ഒന്നും ചെയ്യണ്ട, ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരി, അതിനുള്ള ആൻസർ നിനക്ക് കിട്ടും. ഹു ആം ഐ. അപ്പം ഞാൻ ആര്? അപ്പം ഈ ഞാൻ ആര് എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടുമ്പം ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ആ ദൈവം ഞാനാണ് എന്നുള്ള ഉള്ള കാര്യം മനസ്സിലാകും. അപ്പം ഇപ്പം പറയുക, അതായത് ഈ നീലപുരുഷാണ് സാക്ഷാത് പുരുഷൻ, ഈ ലോകത്തിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ സെൽഫ് റിയലൈസേഷനെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മഹാപുരുഷനാണ്. അതാണ് ശിവൻ, ലോർഡ് ശിവ എന്നാണ് പറയുന്നത്. അപ്പം ഈ അൾട്ടിമേറ്റ് ട്രൂത്ത്, അങ്ങേ അറ്റത്തെ സത്യം എന്ന് പറയുന്നത് എന്തുവാ? ഞാൻ വേറെ, ദൈവം വേറെ അല്ല. അപ്പം ഇപ്പം അദ്ദേഹം പറയുന്നത്, അപ്പം ഈ നീലപുരുഷനെ ധ്യാനേശ്വര എന്നാണ് ഇപ്പം വിളിക്കുന്നത്. ദ ലോർഡ് ഓഫ് മെഡിറ്റേഷൻ, ധ്യാനേശ്വര എന്നുവെച്ചാൽ ധ്യാനത്തിലാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം പറയുക, ഹൗ ഗ്ലോറിയസ് ഇസ് മാൻ, ഹൗ മാഗ്നിഫിസൻറ്റ് ഹി ഈസ്, ദ ലോർഡ് ഓഫ് മെഡിറ്റേഷൻ. അതായത് മനുഷ്യൻ ദൈവത്തിൻ്റെ ലെവലിൽ ഉയരാൻ പറ്റും. അപ്പം മുക്താനന്ദയ്ക്ക് തന്നെ അത്രയും ഒരു സന്തോഷം. ഈ ലെവലിൽ ഞാൻ ഉയർന്നോ, ഈ ലെവലിൽ ഞാൻ എന്നെയെ റെഡിയാക്കി കൊണ്ടുവന്നോ? മുക്താനന്ദ, യു ആർ ഗ്രേറ്റ്, യു ആർ ഇൻഫൈനൈറ്റ്, യു ആർ എക്സ്ട്രോഡിനറി എന്ന് മുക്താനന്ദ തന്നെ സ്വയം പറഞ്ഞുകൊള്ളുന്നു. അപ്പം ഭയങ്കര ഒരു സന്തോഷം. ഈ മനുഷ്യ ജന്മം എടുത്തതിന് നന്ദി പറയുക മുക്താനന്ദ മനസ്സിൽ. ഈ മനുഷ്യ ജന്മം എടുത്തത് എത്ര നല്ല ഒരു കാര്യമായിരുന്നു എന്ന്. ഈ മനുഷ്യജന്മം എടുത്തുകൊണ്ടല്ലേ എനിക്ക് ഈ നീലപുരുഷനെ കാണാൻ പറ്റിയേ, എൻ്റെ ആ പരമപുരുഷനെ കാണാൻ പറ്റിയത്. അപ്പം ഇപ്പം മുക്താനന്ദ പറയുന്നത്, ഐ ബിലീവ്ഡ് കംപ്ലീറ്റ്ലി ഇൻ സോഹം ഹംസ. ഈ സോഹം ഹംസ
ഇത് ഇങ്ങനെ, ഇതാണ് അജപാമന്ത്രം എന്ന് പറയുന്നത്. അജപാമന്ത്രം എന്ന് പറഞ്ഞാൽ ശബ്ദമിടാതെ, ശബ്ദമിടാതെ പറയുന്ന മന്ത്രം. ഇപ്പം സോ ഹം, സോ ഹം, അതായത് ശ്വാസം എടുക്കുമ്പം സോ, വെളി വിടുമ്പം ഹം, അങ്ങനെ പറയും. അല്ലെങ്കിൽ അതിനെ മാറ്റിയിടുന്നതാണ് ഹം സ, ഹം സ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ സോഹം എന്ന് പറയുന്നത് ഹീ ഈസ് ഐ, ആ നീലപുരുഷൻ ഞാനാണ്. ഹംസ എന്ന് പറയുമ്പം ഐ ആം ഹീ, ഞാനാണ് അവൻ. അപ്പം ഇവിടെ മനുഷ്യനും ദൈവത്തിനും വ്യത്യാസമില്ല. അതാണ് മുക്തി എന്ന് പറയുന്നത്. ആ തളത്തിൽ എത്തിച്ചേർന്ന് എനിക്കും ദൈവത്തിനും വ്യത്യാസമില്ല, ഞാനാണ് ദൈവം, ദൈവമാണ് ഞാൻ എന്ന് നമുക്ക് സ്വയം നമ്മളുടെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്നു, അന്നാണ് നമുക്ക് മുക്തി. ഇപ്പം ഈ ബുക്ക് വായിക്കുന്നതുകൊണ്ടോ ഞാൻ പറയുന്നതുകൊണ്ടോ നിങ്ങൾ കേൾക്കുന്നതുകൊണ്ടോ നമുക്ക് മുക്തി കിട്ടത്തില്ല. ഇത് അറിയുന്നത് നല്ലതാണ്, പക്ഷേ ഈ അറിഞ്ഞതോടുകൂടി നിൽക്കാതെ നമ്മളും ഇദ്ദേഹം സ്വാമി മുക്താനന്ദ എത്ര ആഴ്ന്ന ധ്യാനത്തിലാണ് ഇരിക്കുന്നത്, അത്രയും ആഴ്ന്ന ധ്യാനത്തിലോട്ട് നമ്മൾ പോകുമ്പോഴായിരിക്കും നമുക്കും ഇതിൻ്റെ സ്വയം ഒരു അനുഭവം കിട്ടുന്നത്. അപ്പോഴേ നമുക്ക് മുക്തി കിട്ടിയെന്ന് പറയാനൊക്കത്തുള്ളൂ. വേറൊരു കാര്യമുണ്ട്. ഈ മുക്തി കിട്ടിയ പിന്നീടും ആൾക്കാർ മനുഷ്യൻ്റെ രീതിയിൽ തന്നെ ജീവിക്കും. മുക്തി കിട്ടിയാൽ ഉടനെ മരിക്കണമെന്നൊന്നുമില്ല. ഈ മഹാന്കളെല്ലാം നമ്മുടെ ഈ ലോകത്ത്, ഇപ്പം നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന ഇത്രയും മഹാന്കൾ അപ്പോഴൊക്കെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ ഇപ്പോഴും മഹാന്കളുണ്ട്, സെൽഫ് റിയലൈസ്ഡ് സെയിൻസ് മഹാന്കളുണ്ട്. അപ്പം അതിന് പിന്നെയും അവർ നോർമലായിട്ടുള്ള ജീവിതം ജീവിക്കും. പക്ഷേ അവരുടെ മനസ്സിലാക്കുന്ന ഈ ലോകത്തിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്ന രീതി ടോട്ടലി വേറെയായിരിക്കും. ഇപ്പം പറയുക മുക്താനന്ദ, നൗ ഐ കംപ്ലീറ്റ്ലി ബിലീവ്ഡ് ഇൻ സോഹം ഹംസ. ഹീ ഈസ് ഐ ആം ഹീ. യു ആർ ഗോഡ്, ഗോഡ് ഈസ് ഇൻ യു. നീയാണ് ദൈവം, ദൈവം നിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണ്. I began to experience the full realization of this truth. ഈ സത്യാവസ്ഥ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. അപ്പം അതിന് പിന്നെ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെ എടുത്ത് പറയുക ഇവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ഭാഗം എനിക്ക് ഭഗവത്ഗീതയിൽ വായിച്ചതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. പറയുക അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, ഹീ ഹാസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എവ്രിവെയർ. അതായത് ഹീ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ നീലപുരുഷനെയാണ് കാണിക്കുന്നത്. ഹീ ഹാസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എവ്രിവെയർ. ഹീ ഹാസ് ഐസ്, ഹെഡ്സ് ആൻഡ് ഫേസസ് ഓൺ ഓൾ സൈഡ്സ്. അപ്പോൾ അതാണ് ആ നീലപുരുഷ് പറഞ്ഞത്. അപ്പം ആ പരമശിവനാണ് ആ ബ്ലൂ പേളിൽ നിന്ന് വെളി വന്ന് പരമശിവനാണ് മുക്താനന്ദയുടെ അടുത്ത് സംസാരിക്കുന്നത്. ആ പരമപുരുഷൻ, പരമശിവൻ, ലോർഡ് ശിവ സംസാരിക്കുക. അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ദേഹം മുഴുക്ക കണ്ണുണ്ട്, എൻ്റെ ദേഹം മുഴുക്ക കൈയുണ്ട്, എൻ്റെ ദേഹം മുഴുക്ക നാക്കുണ്ട്, എൻ്റെ ദേഹം മുഴുക്ക കാതുകളുണ്ട്. അത് ഉണ്ടെങ്കിലും കാതുകളുണ്ടെങ്കിലും ഞാൻ കേൾക്കും, ഇല്ലെങ്കിലും കേൾക്കും എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ റെഫറൻസാണ് ഭഗവത്ഗീതയിൽ നിന്ന് തരുന്നത് മുക്താനന്ദ. അപ്പം ആ പരമപുരുഷന് എവിടെ എല്ലാ സ്ഥലത്തും കൈയുണ്ട്, എല്ലാ സ്ഥലത്തും കാതുണ്ട്, കണ്ണുണ്ട്. ഹീ നോസ് ഓൾ ആൻഡ് എക്സിസ്റ്റ് പെർവേഡിങ് ഓൾ. അത് ആ ശക്തി, ആ മഹാശക്തി
ഈ ഈ പ്രപഞ്ചം മുഴുക്ക വ്യാപിച്ചിരിക്കുന്ന ശക്തിയാണ്. ഇതുണ്ട്, ഹി ഹാസ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ സെൻസസ്. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. അതായത് കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, എല്ലാം ഉണ്ട്. അതേസമയത്ത് ഇതിലൊന്നിലും അറ്റാച്ച്ഡ് അല്ലാതെ മാറി നിൽക്കാനും പറ്റും. എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു, പക്ഷേ ഒന്നിലും അറ്റാച്ച്ഡ് അല്ല. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു രീതിയാണ് ഈ പരമശിവൻ എന്നുള്ള ആ ശക്തിക്ക് ഉള്ളത്. അപ്പം എവിടെ ഈ പരമശിവൻ അല്ലെങ്കിൽ ഈ നീലപുരുഷ് എന്നുള്ള ഈ ശക്തി എവിടെ ഇരിക്കുന്നേ? ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. അത് എവിടാന്ന് വെച്ചാൽ ഈ സഹസ്രാരത്തിലാണ് എന്ന് പറയുന്നു. അതായത് ഇത് മുക്താനന്ദയുടെ അനുഭവത്തിൽ കൂടെ പറയുന്നതാണ്. അപ്പം പറയുന്നത് ഹീ ഡ്വെൽസ് ഇൻ ദ സഹസ്രാര. അപ്പം ഈ ശിവൻ എവിടെ വസിക്കുന്നത്, എവിടെ താമസിക്കുന്നത്? നമ്മുടെ ദേഹത്ത്, സഹസ്രാര ചക്രത്തിൽ. പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും, അതേ സമയത്ത് കാണാൻ പറ്റാതെയും ഇരിക്കും. അപ്പം ഇന്ന രീതിയാ എന്ന് നമുക്ക് ഡെഫിനറ്റായിട്ട് പറയാനൊക്കത്തില്ല. പിന്നെ അപ്പം പറയുന്നത് ഈ നമ്മുടെ ദേഹത്തുള്ള 72 കോടി നാഡികളിലും പ്രാണനായിട്ട് പോകുന്നത് ഈ ശിവൻ്റെ ശക്തിയാണ്. ഈ 3 ഗുണങ്ങൾ, തമസ്, രജസ്, സാത്വിക്, ഈ 3 ഗുണങ്ങളിലും ഉണ്ട്. ഇത് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെക്കുറിച്ചുള്ള വർണ്ണനയിലും ഇത് പറയുന്നുണ്ട്. അതായത് ദേവി കാരണകാര്യ നിർമുക്ത. ദേവി എല്ലാത്തിലും നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നിലും അറ്റാച്ച്ഡ് അല്ല. ഇപ്പം വിഷ്ണു സഹസ്രനാമം എടുത്ത് പറഞ്ഞാൽ വിഷ്ണുവിനെക്കുറിച്ച് അങ്ങനെ പറയും. കൃഷ്ണനെക്കുറിച്ച് പറയുവാണെങ്കിൽ കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി നിനക്ക് മോക്ഷം. അല്ലെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയിട്ട് രാധേ രാധേ എന്ന് വിളിച്ചാൽ മതി നിനക്ക് മോക്ഷം. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിലാണെങ്കിൽ ദേവിയെക്കുറിച്ച്, ദേവിക്കും ഈ 3 ഗുണങ്ങളും ഉണ്ട്, പക്ഷേ ഈ 3 ഗുണങ്ങളിലും ഉൾപ്പെട്ടതല്ല. ഇപ്പം ശിവപുരാണം എടുത്താൽ അല്ലെങ്കിൽ ശിവനെക്കുറിച്ച് പറയുമ്പം അങ്ങനെ പറയും. ഇതിലും അങ്ങനെ പറയുന്നത്, ദ 3 ഗുണാസ്, ഹീ ഈസ് ബിയോണ്ട് ദ 3 ഗുണാസ്. അപ്പം ഈ 3 ഗുണങ്ങളും ഉണ്ട്, പക്ഷേ ഈ 3 ഗുണങ്ങളിലേക്കും അപ്പാലുള്ളതാണ്, 3 ഗുണങ്ങളെയും കടന്നിരിക്കുന്നതാണ് ഈ ശിവൻ്റെ ഒരു രീതി. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാകുന്നെന്ന് വെച്ചാൽ, നമ്മൾ അതായത് നമ്മളെക്കാട്ടിലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഒന്നുണ്ട്. അത് അവരുടെ ഇഷ്ടദൈവത്തിൻ്റെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ രീതിയിൽ ധ്യാനിക്കുന്നോ ആ രീതിയിൽ നമുക്ക് പ്രത്യക്ഷമാകും. ശിവനാന്ന് വിചാരിച്ചാൽ ശിവൻ്റെ രീതിയിൽ, ശക്തിയാണ്, ദേവിയാണ്, പാർവതിയാണ്, പാർവതി, മഹാലക്ഷ്മിയാണോ, ഓക്കെ, സരസ്വതിയാണോ, ഗണപതിയാണോ, മുരുകനാണോ, ജീസസ് ആണോ, അല്ല ആണോ, നമ്മളുടെ ഇഷ്ടദൈവമായിട്ട് ആ സൂപ്പർ നാച്ചുറൽ പവറിനെ വിചാരിച്ച്, ആ രൂപത്തിനെ വിചാരിച്ച് ധ്യാനിച്ചാൽ ഏത് രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുന്നോ ആ രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷമാകും. ഇപ്പം സ്വാമി മുക്താനന്ദ ഈ ബ്ലൂ പേൾ വഴിയായിട്ട് കണ്ടത് ശിവനെയാണ്, തിരുനീലകണ്ഠൻ. ഇതേ സമയത്ത് ഞാൻ വേറൊരു വ്യക്തിയാണ് ഓം സ്വാമിന്ന്. നിങ്ങളും യൂട്യൂബിലൊക്കെ കണ്ടു കാണും. ഓം സ്വാമി കൊച്ചുപയ്യൻ, നല്ല പോലെ പഠിച്ചു, ഓസ്ട്രേലിയയിലൊക്കെ പോയി ജോലി ചെയ്തു. അദ്ദേഹം ഒരു 7-8 ബുക്സ് എഴുതിയിട്ടുണ്ട്. ആ ബുക്സ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഹിമാലയസിൽ പോയി, ഹിമാലയത്തിൻ്റെ ഒരു മൂലയിൽ കയറിയിരുന്നുകൊണ്ട് ഒരു ഗുഹ പോലെ ചെയ്ത് അവിടെ
ഒരു ദിവസത്തിൽ 20 മണിക്കൂർ ധ്യാനം ചെയ്യും. അപ്പം ആ ഓം സ്വാമി സ്കൂളിൽ പഠിക്കുമ്പോഴേ 10,000 ഈ മന്ത്രം, യന്ത്രം, തന്ത്രം ഇത് 3 പഠിച്ച ആളാണ്. അപ്പം 10,000 ഹോറോസ്കോപ്സ്, ഈ ജാതകങ്ങൾ, തലക്കുറിയൊക്കെ നോക്കിയതാണ്. അതിൽ അപ്പോൾ കൊച്ചിലെ അതിനകത്ത് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടതാണ്. അതൊക്കെ പൂർവ്വജന്മ വാസനയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ആർക്കും പറയാതെ, വീട്ടിൽ ആരുടെടുത്തും പറയാതെ ഒരു മെയിൽ അവരുടെ അച്ഛനെ ഒരു മെയിൽ വിട്ടിട്ട് സ്ഥലം വിട്ടു. ഹിമാലയത്തിൽ പോയി ഒരു ഗുഹയിൽ പോയിരുന്ന് 24 മണിക്കൂറിൽ 20 മണിക്കൂർ ധ്യാനം ചെയ്യും. ദേവിയെ വിചാരിച്ചാണ് ധ്യാനം ചെയ്തത്. അങ്ങനെ അപ്പോൾ ആ ഗുഹയിലിരുന്നതും ആ കാറ്റടിച്ചതും അതെല്ലാം അവിടെ ഒരു ചെറിയ ഒരു കീറിപ്പറഞ്ഞ ഒരു കാർപ്പറ്റിൻ്റെ പുറത്താണ് ഇരുന്ന്. കീറിപ്പറഞ്ഞതെന്ന് വെച്ചാൽ കാർപ്പറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയി ഇരുന്നു ധ്യാനിക്കാൻ. അതൊക്കെ എലി കടിക്കും. രാത്രിയാകുമ്പോൾ എലികളെല്ലാം വന്ന് കടിക്കും. ഇദ്ദേഹം അനങ്ങാതിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേലത്തൊക്കെ വന്ന് കയറി കടിക്കും. അതെല്ലാം എഴുതിയിരുന്നു. നല്ല ഒരു ഇതായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം ദേവി പ്രത്യക്ഷമായി. പക്ഷേ ദേവി തിരിഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം ദേവി വന്നിരിക്കുന്നു. പക്ഷേ ദേവിയുടെ പുറമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഓം സ്വാമി പറഞ്ഞു, ഞാൻ ധ്യാനിക്കുന്നത് സത്യമാണെങ്കിൽ, നീ സത്യമാണെങ്കിൽ നിൻ്റെ പുറം കാണിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കേണ്ട കാര്യമില്ല, നിൻ്റെ മുഖം കാണിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദേവി തിരിഞ്ഞിരുന്ന് മുഖം കാണിച്ചു. അപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കും ഓരോരുത്തർക്കും ഈ അനുഭവങ്ങളൊക്കെ വരാം. ഇപ്പം എന്താ, ഓം സ്വാമി തിരിച്ചു വന്നു, വീട്ടിൽ കയറിയപ്പോഴും അവരുടെ അച്ഛനൊന്നും പറഞ്ഞില്ല. ഇനിയെങ്കിലും ഇങ്ങനെ മെയിൽ അയക്കാതെ പറഞ്ഞിട്ട് പോണേ എന്ന് മാത്രം അവരുടെ അച്ഛൻ പറഞ്ഞു. അതൊക്കെ നല്ല ഒരു ഇപ്പം ഒരുപാട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സ്പിരിച്വൽ ആത്മീയതയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കൊച്ചു പയ്യൻ. പക്ഷെ ആ ഓം സ്വാമിയുടെ മുഖത്തുള്ള തേജസ് കാണണം. ഒരു ചെറിയ ചുമന്ന പൊട്ടും ഇവിടെ വെച്ചുകൊണ്ട് ആ മുഖത്തുള്ള തേജസ് കണ്ടാൽ അറിയാം മുക്തി നേടിയ മനുഷ്യനാണ്. അപ്പം ഞാൻ ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നോ ആ രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷമാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വളരെ സൂക്ഷ്മത്തിലും അതിസൂക്ഷ്മമായ ഒരു രീതിയിലാണ് ഇത് ശിവനെ കാണുന്നത്. മിഡിൽ ഓഫ് ദ സഹസ്രാര നമ്മുടെ ഉച്ചന്തലയിലുള്ള സഹസ്രാര ചക്രത്തിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. അപ്പം ഈ മനുഷ്യനിൽ മനുഷ്യനായിട്ടിരിക്കുന്നു, ഒരു പക്ഷിയിൽ പക്ഷിയായിട്ടിരിക്കുന്നു, ഒരു പശുവിൽ പശുവായിട്ടിരിക്കുന്നു, ഒരു കുതിരയിൽ കുതിരയായിട്ടിരിക്കുന്നു, ഒരു മനുഷ്യനിൽ മനുഷ്യനായിട്ടിരിക്കുന്നു. അപ്പം അതേ സമയത്ത് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. ഒന്നിനകത്തുമുണ്ട്, അതിൻ്റെ പുറത്തുമുണ്ട്. അപ്പം എല്ലാത്തിലും ഉണ്ട്. അതേ സമയത്ത് യുണീക്കാണ്. യുണീക്ക് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, വേറെ ഒന്നിൻ്റെ കൂടെയും നമുക്ക് ഒത്തു നോക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പം ഈ ലോകത്തുള്ള എല്ലാ ജീവരാശികളെയും സംരക്ഷിച്ചു കൊണ്ട് എല്ലാവരെയും കാത്തുകൊണ്ടിരിക്കുന്ന ആ ശക്തി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ പീനിയൽ ഗ്ലാൻഡാണ് ഈ ആത്മായുടെ സീറ്റ്, ഉറവിടം എന്ന് പറഞ്ഞു. മുക്താനന്ദ പറയുന്നത് ഈ ശിവൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സഹസ്രാരത്തിലാണ്. ഇദ്ദേഹം തന്നെ പറയുന്നു ചിലപ്പോൾ അത് നെഞ്ചത്തായിരിക്കും എന്ന്. അപ്പം ഹിസ് ടോട്ടൽ ഫുൾനെസ് ഇൻ ദ ഹാർട്ട് ആൻഡ് ഇൻ ദ സഹസ്രാര. സോ ചിലപ്പം ആ ശക്തി വെളിപ്പെടുന്നത് നെഞ്ചത്തു നിന്നായിരിക്കും, ചിലപ്പം തലേന്നായിരിക്കും. അപ്പം ദേഹം മൊത്തം വ്യാപിച്ചിരിപ്പുണ്ട്. ഇന്ന സ്ഥലത്ത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. സോ
that supreme unmanifest being is extremely secret to sadhakas. അപ്പം ഒരു സാധകനെ സംബന്ധിച്ചവരെ പ്രത്യക്ഷപ്പെടും, പക്ഷേ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ മുക്താനന്ദ പറയുന്നത്, എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. യാണ്ടയാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും മനോഹരമായ ഒരു രീതിയിലാണ് എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് പ്രത്യക്ഷമായത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതേപോലെ ഈ സഹസ്രാര ചക്രത്തിലിരിക്കുമ്പം ഈ സഹസ്രാര ചക്രം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഈ മേഘത്തിൻ്റെ ഇടിമുഴക്കം കേൾക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് കേട്ടുകൊണ്ടിരിക്കുവാണ്, ഇടിമുഴക്കം കേട്ടുകൊണ്ടിരിക്കുവാണ്. സോ ആ പരബ്രഹ്മൻ, അതായത് പരമശിവനെയാണ് ഞാൻ ഇപ്പം ധ്യാനിക്കുന്നത്. അപ്പം ഇതിലെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഈ മൂലാധാരത്തിലുള്ളത് കുണ്ടലിനി ശക്തിയായിട്ടും സഹസ്രാരത്തിലുള്ളത്, അതായത് കുണ്ടലിനി എന്ന് പറയുമ്പോൾ ഫെമിനെ, ഒരു പെണ്ണിൻ്റെ ശക്തി, സഹസ്രാരത്തിൽ ഇരിക്കുന്നത് അതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ ആണിൻ്റെ ശക്തി, ആൺ ശക്തി, അതാണ് ശിവൻ. അപ്പം ഈ കുണ്ടലിനി ശക്തിയാണെങ്കിലും ശരി, ശിവനാണെങ്കിലും ശരി, ഈ നമ്മുടെ ദേഹത്തിലുള്ള 72 കോടി നാഡികളിൽ കൂടെ ഈ ശക്തിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഐദർ വേ ഇറ്റ് ഈസ് ദ ടച്ച് ഓഫ് ഗോഡ്. സോ നമ്മൾ കുണ്ടലിനി ശക്തിയായിട്ട് ആ പവറിനെ കണ്ടാലും ശരി, ശിവനായിട്ട് ആ പവറിനെ കണ്ടാലും ശരി, ഏതായിരുന്നാലും ശരി, രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പം അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പം, ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരുമ്പോഴാണ് നമുക്ക് ഈ ആജ്ഞാചക്രത്തിൽ ആക്ടിവേറ്റ് ആകുന്നു, അമൃതം ചുരക്കുന്നു, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഈ അമൃതം ചൊട്ടായിട്ട് ഉൾനാക്കിന്ന് തൊണ്ടയിലോട്ട് പോകുന്നു, പലവിധമായിട്ടുള്ള രുചികൾ അറിയുന്നു. ഈ ഈ ഈ പുരുവമധ്യയിൽ, ഈ 2 പുരുവത്തിൻ്റെയും നടുക്ക് നെറ്റിയിൽ വിക്ലെസ് ഫ്ലെയിം, അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. വിക്ലെസ് ഫ്ലെയിം എന്ന് വെച്ചാൽ ഈ തിരിയില്ലാത്ത ഒരു ജ്വാലയായിട്ടാണ് അവിടെ കാണുന്നത് നമ്മൾ. പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ പ്രാണനായിട്ട് ഓടുന്നതും ഈ ശക്തിയാണ്. ഈ ശക്തി വെളിപ്പെടുമ്പോഴാണ് നല്ല നല്ല മണങ്ങൾ കിട്ടുന്നത്. നല്ല നമ്മളെ ചുറ്റി ഒരു മണങ്ങൾ പലതും നമുക്ക് അനുഭവപ്പെടും. അത് വേറെ എവിടെയും ഇതുവരെ നമ്മൾ അറിയാത്ത മണങ്ങളായിരിക്കും. അപ്പം അത് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നു. ഈ സ്റ്റേജിൽ, അതായത് സ്റ്റേജിൽ എന്ന് വെച്ചാൽ ആ സമയത്ത്, അതായത് ബ്ലൂ പേളിൽ നിന്ന് മുട്ടയുടെ ഷേപ്പിൽ വന്ന് വളർന്ന് തിരുനീലകണ്ഠനായിട്ട് വന്ന് 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ശിവൻ വന്ന് സംസാരിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പം അതാണ് സെൽഫ് റിയലൈസേഷൻ, അതാണ് മുക്തി. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു. അതിന് പിന്നെ ചുരുങ്ങി. ആ 6 അടി പൊക്കമുള്ള മനുഷ്യൻ്റെ രൂപത്തിലുള്ള നീലപുരുഷ് കുറച്ചായിട്ട് ചുരുങ്ങി എഗ്ഗിൻ്റെ ഷേപ്പിൽ, മുട്ടയുടെ ഷേപ്പിൽ വന്ന് ബ്ലൂ പേളായിട്ട് മാറി, ബ്ലൂ പേളായിട്ട് അകത്തോട്ടങ്ങ് പോയി. അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ഇതാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻലൈറ്റൻമെൻ്റ് ആകുമ്പം
ഉള്ള ഫീലിങ്സാണ് അദ്ദേഹം അത്രയും നല്ല രീതിയിൽ വിവരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭഗവാൻ നിത്യാനന്ദയാണ് തൊഴുതതും മെഡിറ്റേറ്റ് ചെയ്തതും. അത് അദ്ദേഹത്തിനുള്ള ഗുരുഭക്തി. അപ്പോൾ ആ ഗുരുഭക്തി കാരണം കുണ്ടലിനി ശക്തി ഉണർന്നു. കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് മേളിൽ കയറി വന്ന് സഹസ്രാരത്തിൽ വന്ന് ചേർന്ന് ആ ഇടിമുഴക്കവും മേഘത്തിൻ്റെ മുഴക്കങ്ങളും മേഘക്കൂട്ടങ്ങൾ ഇടിക്കുന്നതും അതിൻ്റെ ഇടിമുഴക്കവും അതും ഇതുമൊക്കെ കേട്ട് സഹസ്രാര ചക്രം ആക്ടിവേറ്റ് ആയി. അതിൽ നിന്ന് വെളിപ്പെട്ടതാണ് ഈ പേളിൻ്റെ അകത്തുനിന്ന് വെളിയിൽ വന്നതാണ് ആ ഒരു ശക്തി. അപ്പം ആ ശക്തി കുണ്ടലിനി ശക്തിയുടെ ഒരു ഭാഗമായിട്ട് മേളി വന്ന് ശിവൻ്റെ ശക്തിയോട് കൂടി ഐക്യമായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ശിവൻ്റെ രൂപം തെളിഞ്ഞു കിട്ടിയത്. ശിവന് രൂപം തെളിഞ്ഞു കിട്ടിയത് കാണാൻ പറ്റുന്നത് മാത്രമല്ല, ശിവൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിച്ചു. സേ സംതിങ്. അതായത് ഇതൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, എന്തെങ്കിലും വരം കേള്. ഇപ്പം എത്രയോ പേര് ശിവനെ വിചാരിച്ചാണ് തപസ്സിരിക്കുന്നത്. അപ്പം ശിവനെ വിചാരിച്ച് തപസ്സിരിക്കുമ്പോൾ ശിവൻ പ്രത്യക്ഷമാകും. നേരിട്ട് വന്ന് എന്തോ വരം വേണം എന്ന് കേൾക്കുന്നില്ലേ? അതുപോലെ മുക്താനന്ദടുത്ത് എന്ത് വരം വേണമെന്നല്ല കേട്ടെ, എന്തെങ്കിലും പറ. ഇങ്ങനെ എന്നെ കണ്ട് രസിച്ച് ഇങ്ങനെ അമ്പരന്ന് വായും പൊളന്നുകൊണ്ടിരിക്കുന്നല്ലോ, എന്തെങ്കിലും പറ, സേ സംതിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ഏകദേശം അടുപ്പിച്ച് നമ്മളുടെ സമയത്തൊക്കെ തന്നെ മുക്താനന്ദ ഈ മുക്തി കിട്ടിയത് 1956 എന്നാണ് എനിക്ക് വായിച്ച ഓർമ്മ. അപ്പം ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, 60-68 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മളുടെ കൂടെ ജീവിച്ച കോൺടെമ്പററി എന്ന് പറയും, നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള മഹാന്കളുണ്ട്. അപ്പം ഇവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് 100% ബോധ്യമാകുന്നു നമുക്കും ദൈവത്തിനെ കാണാൻ പറ്റും, നമ്മളും ദൈവവും ഒന്നാണ് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുന്ന ഒരു സമയം നമുക്കും ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ ഇഷ്ടദൈവത്തിനെ വിചാരിച്ച് ധ്യാനിച്ചിരിക്കുമ്പം ആ ഇഷ്ടദൈവം തന്നെ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും. നമുക്കും എല്ലാവർക്കും ആ അനുഭവം ഈ ജന്മത്തിൽ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ശക്തിയും നമുക്ക് അതേ ദൈവം തന്നെ തരട്ടെ.